എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ കൊടുങ്കാറ്റ് ആഞ്ഞു വീശി എന്നൊക്കെ പറയാം. ഈ അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് ഇത്ര അധികം ഒരു വിജയം കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് 2010 പോലും അവർ ഇത്രയും വലിയൊരു വിജയം കരസ്ഥമാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോൺഗ്രസിന്റെ UDFന്റെ അല്ല, കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനങ്ങൾ വളരെ വീക്കായെന്നും താഴെ തട്ടിൽ വർക്ക് ചെയ്യുന്നില്ല എന്നും അങ്ങനെ അത്തരം ആരോപണങ്ങളൊക്കെ കുറേ കാലങ്ങളായിട്ട് കോൺഗ്രസ് പാർട്ടി നേരിടുന്ന കാര്യമാണ്. പക്ഷേ അതിലേക്ക് ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം ശരിക്കും നന്നായിട്ട് വർക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കേരളത്തിൽ മൊത്തത്തിൽ. പിന്നെ ഈ CPM കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾക്കൊക്കെ ശരിക്കും അതിൽ ബെനിഫിറ്റ് കംപ്ലീറ്റ് CPMനല്ല. അവർ മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞ് കുറേ കാര്യങ്ങൾ അവരുടെ പ്രവർത്തനത്തിൽ അവർ കാട്ടിക്കൂട്ടുന്നതൊക്കെ ചില സമയങ്ങളിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ കൂടെ ചേർത്ത് പിടിച്ചിട്ട് മുഖ്യമന്ത്രി കൊണ്ടുനടക്കുന്നതും അയാൾക്കെതിരെ കേസെടുക്കാത്തതും. അപ്പോൾ ഇതൊക്കെ ശരിക്കും CPMനല്ല ബെനിഫിറ്റ്. ഇതിൻ്റെ ബെനിഫിറ്റ് കംപ്ലീറ്റ് ആർക്കാണ്? BJPക്കാണെന്നുള്ളതാണ് ഇപ്പോൾ റിസൾട്ട് കണ്ടപ്പോൾ മനസ്സിലായത്. കാരണം ചില സ്ഥലങ്ങളിൽ CPMനെ തന്നെ പരാജയപ്പെടുത്തിയിട്ട് CPMൻ്റെ വോട്ടിനെ അവരെ മറിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും CPM ഇതേപോലെ ഇപ്പോൾ പോണതുപോലെ പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ലീഡ് ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് BJP മാറുന്നുള്ളതാണ്. അവിടെ CPM താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പകരം അവിടെ കയറി വരുന്നത് BJP ആയിരിക്കും. BJPയും കോൺഗ്രസും ആയിട്ട് മാറും ശരിക്കും മത്സരം. CPM പലതവണ മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അവർ മുമ്പ് പോയിരുന്ന പോക്കല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെന്ന് പറയുമ്പോൾ താഴെ തട്ടിലെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ടാവും, ഉറപ്പാണ്. കാരണം 100% ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് CPMനകത്തുള്ള ആളുകൾ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ താഴെ തട്ടിലുള്ള ആളുകളെ നമുക്ക് ഈ പരാജയത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇതൊക്കെ സർക്കാരിനെതിരെയുള്ള തിരിച്ചടികളാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ നമ്മൾ 1600 രൂപ അല്ലെങ്കിൽ 2000 രൂപ നമ്മളിപ്പോൾ പെൻഷൻ കൊടുക്കുന്നില്ലേ? അപ്പോൾ ഒരാൾ മണി ആശാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ പറഞ്ഞതാണ്, നമ്മുടെ അടുത്ത് നിന്ന് എന്തൊക്കെയോ വാങ്ങി തട്ടി എന്നിട്ട് വോട്ട് വേറെ ആൾക്ക് ചെയ്തു എന്നുള്ളതൊക്കെ. ഇതൊന്നും അവരുടെ കൈ നിർത്തി തരുന്നതല്ല. അതൊക്കെ ജനങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ളതാണ്. അവരുടെ വർത്തമാനം കേൾക്കുമ്പോൾ ഔദാര്യം പോലെ തോന്നും. എന്നിരുന്നാലും അതന്നെ വലിയ ഫോൾട്ടാണ്. മുതിർന്ന നേതാക്കന്മാരിങ്ങനെ സംസാരിക്കുമ്പോൾ ജനങ്ങളതെങ്ങനെ കണക്കിലെടുക്കും? ഒന്നാമത്തത് ജീവിക്കാനുള്ളൊരു നമുക്ക് ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ വിഭാഗം ഇങ്ങനെ എന്നുള്ളതൊക്കെ പറയാമെങ്കിലും വിലക്കയറ്റം സാധാരണക്കാരുടെ ഇടയിൽ അതിശക്തമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. നമ്മൾ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഇല്ല. നമുക്കാണ് ഏറ്റവും കൂടുതൽ എല്ലാ ഏതെടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് ഭയങ്കര വിലക്കയറ്റാണ് നമ്മുടെ സംസ്ഥാനത്തിന്. അപ്പോൾ അത് ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇവിടെ CPM ആണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണം പെട്ടെന്ന് മാറി പുതിയ സർക്കാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയങ്ങളിലാണ് നമുക്ക് കോവിഡ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ആ സമയങ്ങളിലാണ് നമുക്ക് പറഞ്ഞതുപോലെ തന്നെ നിപ്പ പോലുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ വെള്ളപ്പൊക്കം പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ തരണം ചെയ്തിട്ടുള്ള മികച്ച ക്യാപ്റ്റൻ പിണറായി വിജയൻ്റെ സർക്കാർ വീണ്ടും വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചിട്ടാണ് ആ സമയത്ത് വീണ്ടും വോട്ട് മറിച്ചിട്ടുള്ളത്. പക്ഷേ പിന്നീട് വന്നിട്ടുള്ള 5 വർഷം അവർ കാട്ടിക്കൂട്ടിയത് ആളുകൾക്ക് ഒട്ടും ലയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് സമ്മതിക്കാത്ത ആളുകളാണ് പൊതുവെ കുറേ ആൾക്കാർ. അത് പാർട്ടി ആൾക്കാരാണ്, CPIMൻ്റെ ആളുകളാണ് അത് സമ്മതിക്കാത്ത ആൾക്കാർ. ഒരുപാട് വികസനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും അതിനൊപ്പം തന്നെ കുറേ തകരാറുകൾ ഉണ്ടെന്നുള്ളതാണ്. അത് നികത്താൻ അവർ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ PV അൻവർ ഉന്നയിച്ചിട്ടുള്ള വിഷയം പോലും, ഇപ്പോൾ പോലീസ് സ്വർണം പിടിക്കുന്നതും സുജിത് ദാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ട് പോലും അതിനെതിരെ ആക്ഷൻ എടുക്കുക, പ്രത്യേക അന്വേഷണം, അങ്ങനെയൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതെല്ലാം ഒരുമിച്ചിട്ട് വരികയാണെന്ന് പറയുന്നതാണ്. അപ്പോൾ ജനങ്ങളുടെ ഉള്ളിൽ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇതാണ് CPMൻ്റെ ഒരു കുറവെന്ന് പറഞ്ഞാൽ. പിന്നെ ഇപ്പോൾ ഈ വർഗീയതയ്ക്ക് കുറച്ചും കൂടെ കുട പിടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് CPMൻ്റെ ഭാഗത്തുനിന്ന്. അതിപ്പോൾ വെള്ളാപ്പള്ളിൻ്റെ കാര്യമാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉടനെ ആക്ഷൻ എടുത്തവരെ വേഗം കേസ് ജാമ്യമില്ലാ വകുപ്പിൽ വേഗം അകത്ത് കയറ്റാൻ നോക്കല്ലാതെ അതിൽ അത്രമാത്രം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിനൊപ്പം നിൽക്കുന്ന പരിപാടികളും ജനങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ജനാധിപത്യം ഇപ്പോൾ BJPക്കാർ കുറവല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ SDPIക്കാർ കുറവല്ലേ? അതല്ല, ഇവിടെ സാധാരണ ജനങ്ങളുണ്ട്. അവരെല്ലാവരും ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകളാണ്. ഈ നാട്ടിലെല്ലാവരെയും ഒരുമിച്ച് നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളിലേക്ക് ഈ മെസ്സേജ് പോകുമ്പോൾ സർക്കാർ ഇന്ന് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതായത് ഈ മതവാദം അല്ലെങ്കിൽ തീവ്രവാദം പറയുന്ന ആളുകളൊപ്പം ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിന് ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസിൻ്റെ താഴെ തട്ടിലുള്ള വർക്ക്, സതീശൻ്റെ നേതൃത്വത്തിലുള്ള ടീം നന്നായിട്ട് വർക്ക് എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇതെല്ലാം ഒരുമിച്ചുണ്ടായപ്പോൾ നല്ലൊരു തിരിച്ചടിയാണ് ശരിക്കും CPIMന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പൊന്നാനി മുനിസിപ്പാലിറ്റിയാണ് നമ്മളത്. അവിടെ CPM തന്നെയാണ് തുടർന്ന് ഭരിക്കുന്നത്. പക്ഷെ അവർക്ക് മുമ്പ് കിട്ടിയിട്ടുള്ള അത്രയും സീറ്റ് പിന്നെ കിട്ടിയില്ല എന്നുള്ളതാണ്. കുറേ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അവർ പ്രതീക്ഷിച്ചിട്ടുള്ള കുറേ വാർഡുകളുണ്ട്. ഇപ്പോൾ 53-ാം വാർഡ്, 52-ാം വാർഡ്, 51-ാം വാർഡ്, ഇതൊക്കെ അവർ ഭയങ്കരമായി പ്രതീക്ഷിച്ചിട്ടുള്ള വാർഡുകളാണ്. കോസ്റ്റൽ ബെൽറ്റിലെ വാർഡുകളാണ് ഇതൊക്കെ. കോസ്റ്റൽ ബെൽറ്റ് കഴിഞ്ഞ തവണ പൂർണ്ണമായിട്ടും തൂത്തുവാരിയിട്ടുള്ള ആളുകളാണ് CPIM.
പക്ഷേ ഇപ്പോൾ ഇത്തവണ അവർക്ക് പ്രധാനപ്പെട്ട ഈ 3 വാർഡ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഈ 3 വാർഡ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ ഭരണം അവർ തന്നെ പിടിച്ച്. പൊന്നാനി മുനിസിപ്പാലിറ്റി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ മലപ്പുറം ജില്ലയിലൊക്കെ ശരിക്കും വൈറ്റ് വാഷ് അടിച്ചിട്ട് വിട്ടിട്ടുണ്ട്. പല ജില്ലകളിലും ഇതേ അവസ്ഥ തന്നെയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ തിരിച്ചു വരും, തിരുത്തി മുന്നോട്ട് പോകും എന്നുള്ളൊരു മെസ്സേജാണ് അവരിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാലഘട്ടം മാറി നമ്മുടെ ഒരു ഇച്ഛാശക്തിക്കും അല്ലെങ്കിൽ നമ്മുടെ ഒരു ധാർഷ്ട്യത്തിനനുസരിച്ചിട്ടുള്ള ഭരണം അല്ലെങ്കിൽ ആ രീതിയിലുള്ള മുന്നോട്ട് പോക്ക് ദോഷം ചെയ്യുന്നുള്ളതാണ്. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് നമ്മളുടെ ഇടപെടേണ്ടത്. ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് പൈസക്കാരല്ല, ഇവിടെ പാവങ്ങളാണ് അല്ലെങ്കിൽ മിഡിൽ ഫാമിലിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നാട്ടിൽ ജീവിക്കാൻ ഈ വിലക്കയറ്റം കാരണം പൈസ തികയുന്നില്ല, ഒരു ദിവസം കിട്ടുന്ന പൈസ തികയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? വിലക്കയറ്റമാണ് പ്രശ്നം. അതിന് പരിഹാരങ്ങൾ ഉണ്ടാക്കുക. ഞാൻ മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ്, ഈ കേരളത്തിൻ്റെ ഈ പോക്ക് ഭയങ്കര അപകടം ചെയ്യും, പ്രവാസികളുടെ തിരിച്ചുവരവ് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതിനുവേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടിയാണെങ്കിൽ പോലും റോഡുകൾ ഇപ്പോൾ ഏകദേശം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉണ്ടാക്കിയിട്ടുള്ള റോഡുകളുടെ പല ഭാഗങ്ങളിലും പൊളിഞ്ഞുകൊണ്ട് അതും ഈ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളിൽ അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ CPM-ന് ഇനിയുള്ള കുറച്ച് സമയം കൂടി ഉണ്ടായിരിക്കും. 2026 ഇലക്ഷൻ വരുമ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന രീതി തന്നെയാണെന്നുണ്ടെങ്കിൽ 100% നമുക്ക് ഉറപ്പിക്കാൻ പറ്റും, ഭരണം പോകും. ഭരണം നഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തിരുത്തു വരേണ്ടത് ഞാനീ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈ വിലക്കയറ്റത്തിൻ്റെ കാര്യം, നമ്മൾ ഈ ഓണത്തിന് കിറ്റ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വിധവകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഈ പെൻഷൻ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇത് ഇത്രയധികം പെൻഷൻ നിങ്ങൾ കൂട്ടി കൊണ്ടുവന്നു എന്നുള്ളതൊക്കെ സത്യത്തിൽ ശരിയാണ്. 1.65 ലക്ഷം കോടി കടമുണ്ടായിരുന്ന കേരളം ഇന്ന് 4.5 അത്രയോ കോടി കടത്തിലേക്ക് പോയി എന്നുള്ളതാണ്. അതായത് ഇരട്ടിയിലും മുകളിൽ കൊണ്ടത് മൂന്നിരട്ടിയിലോളം കേരളം കടത്തിലേക്ക് പോയി എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം കടമെടുക്കും, ഇവിടെ കൊടുക്കും, കടമെടുക്കും, ജനങ്ങൾക്ക് കൊടുക്കും. അവിടെ എന്താണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനം കടത്തിലാവുകയാണ്. കേരളത്തിലെ തല എണ്ണം വെക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മളെല്ലാവരും ഇത്ര എമൗണ്ട് ചിലപ്പോൾ കടത്തിലായിരിക്കാം ഓരോ ആളുകളും. അപ്പോൾ കേരളത്തിലെ കടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ ഒരു സമാധാനമുള്ളൊരു ജീവിതാന്തരീക്ഷം ഇല്ല എന്നുള്ളതാണ് ഈ വിലക്കയറ്റം കാരണം. ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. എല്ലാത്തിനും വില കൂടുതൽ. വീട് വെക്കാനും വില അവർ കൂട്ടി. വൈദ്യുതിൻ്റെ ഒന്നും പറയണ്ട, അതൊക്കെ എന്താ പറയുക, കട്ടുകൊണ്ടിരിക്കണം ജനങ്ങളെ. വൈദ്യുതിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റു സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സംസ്ഥാനങ്ങളിലൊന്നും നമുക്ക് പറയും പോലെ പ്രവാസികളുടെ ഫണ്ട് വരുന്നുണ്ട്. ഏകദേശം മലപ്പുറം ജില്ലയ്ക്ക് മാത്രം 3000 കോടിയോളം രൂപ വരുന്നുണ്ട് വർഷത്തിൽ. അപ്പോൾ എല്ലാ ജില്ലകൾക്കും ഏകദേശം എടുത്ത് നോക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ വന്നിറങ്ങുന്നുണ്ട് കേരളത്തിൽ. നമുക്ക് അതിൻ്റെ കളക്ഷൻ ഉണ്ട്, അതിൻ്റെ GST ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വാറ്റ്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. മദ്യത്തിൻ്റെ പരിപാടികളുണ്ട്, പെട്രോളിയത്തിൽ നിന്ന് വരുന്നുണ്ട് വലിയ രീതിയിലുള്ള. ഇതൊന്നും പോരായിട്ടാണ് ഇവർ കറണ്ട് ബില്ലിനകത്ത് വലിയ എന്താ പറയുക പല കാര്യങ്ങളും കുത്തിക്കയറ്റിയിട്ട് ആളുകളിൽ നിന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റിൻ്റെ പ്രൈസ് എന്താ, മറ്റു സംസ്ഥാനങ്ങളിലെ പ്രൈസ് എന്താ, ഇവിടുത്തെ പ്രൈസ് എന്താ? 100 യൂണിറ്റ് കറണ്ട് കത്തിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ എത്ര വരുന്നത്? വെള്ളം നമ്മളെ നിന്ന് കടം മേടിക്കുന്ന അവരൊക്കെ എത്ര വരുന്നത്? വെള്ളം നമ്മളൊക്കെ കൂടുതൽ നമ്മളെ സ്റ്റോക്കുള്ള നമ്മൾ എത്ര വരുന്നുള്ളത് ജനതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. വിദ്യാഭ്യാസം കൂടിയില്ലേ ആളുകൾക്ക് വിവരം കൂടി, ലോകവിവരം കൂടി, അവർ വാർത്തയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങോട്ട് ഒരുമിച്ച് അടിച്ചതാണ് ശരിക്കും CPM-ന്. അവർ ഇനിയെങ്കിലും മാറ്റം വരുത്തിയില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 2026 നഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് പോലും പ്രതീക്ഷിച്ചിട്ടില്ല. കോൺഗ്രസ് പോലും ഈ വലിയൊരു വിജയം അവരൊട്ടും എക്സ്പെക്ട് ചെയ്തിട്ട് പോലുമില്ല. കാരണം അവർ വിജയിക്കും എന്നുള്ളത് ഉറപ്പാണ്, മെച്ചപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഈ തൂത്തുവാര കേരളം മൊത്തം ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് പോലെ ആവുമെന്നുള്ളത് കോൺഗ്രസ് പോലും ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. എനിക്ക് എല്ലാ ജില്ലകളിലും കോൺഗ്രസിന് തന്നെയാണ് മുൻതൂക്കം കൂടുതൽ. പിന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം, അവിടെ BJP ഒരു കോർപ്പറേഷൻ പിടിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു കോർപ്പറേഷൻ CPM-നുണ്ട്. BJP ഒരു കോർപ്പറേഷൻ പിടിച്ചു എന്നുള്ളതാണ്. ആരെ കൊള്ളരുതായ്മയാണിത് ശരിക്കും? BJP ഒരു കോർപ്പറേഷൻ പിടിച്ചു, ഒരു MP ഉണ്ട്. അപ്പോൾ അവർക്ക് പാലക്കാടത്തെ അവർക്ക് നഷ്ടം. അവർ ഭയങ്കരമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായിട്ട്. ഉറപ്പാണ് ഈ പോക്ക് CPM പോകണം. CPM-ന്റെ പോക്ക് മാറ്റം വരുത്തണം. അവരെ വഴികളൊക്കെ അവരെന്ത് ചെയ്യണം, കൃത്യമായിട്ട് ആക്കിയില്ലെങ്കിൽ, നല്ല വഴിയിൽ സഞ്ചരിച്ചില്ലെങ്കിൽ ഇവിടെ ലീഡിങ് പാർട്ടിയായിട്ട് BJP വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് ആർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും? CPM-ന് ബുദ്ധിമുട്ട് മാത്രമാണ്, ബാക്കിയുള്ള പാർട്ടിക്കൊന്നുമില്ല. CPM അവിടെ പതുക്കെ മാറും, BJP കയറും. അതാണ് ഉണ്ടാവാൻ വേണ്ടി പോണത്. CPM വിചാരിക്കുന്നമാതിരി BJP-യും CPM-ഉം കോൺഗ്രസും കൂടിയായിട്ട് 3 മത്സരം അങ്ങനെയില്ല. CPM അവിടെ നിന്ന് പതുക്കെ താഴെ പോകും, BJP മുമ്പിലേക്ക് വരും. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ മാറി ചിന്തിക്കാനുള്ള സമയം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇനിയും ബാക്കിയാണ്. അപ്പോൾ ഈ കൊടുങ്കാറ്റിന് പ്രത്യേക അഭിനന്ദനം കോൺഗ്രസ് പാർട്ടിക്ക് നമ്മൾ അറിയിക്കണം. മറ്റൊരു വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.